അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായ വിഷയം, നമുക്കെയും റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാകണം. എത്ര കണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാലും അതൊന്നും വെറുതെയാവുകയില്ല. ദുനിയാവിൽ ഉത്തരം ലഭിക്കാത്ത ഓരോ പ്രാർത്ഥനകൾ നാളെ പരലോകത്ത് അതവൻ്റെ ഹസനത്തായി അല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥന നിരന്തരമായി നമ്മുടെ കയ്യിലുണ്ടാവണം. ഒരു പ്രാർത്ഥന എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ആയുധമാണ്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഇജാബത്ത് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ മഹാനായ അല്ലാമ സുറജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫവാഹിദിൽ കൊണ്ടുവന്നൊരു വിഷയമുണ്ട്. ഒരുപാട് മഹാന്മാർ അവിടെ നിന്ന് പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. പരിശുദ്ധ യാസീൻ സൂറത്ത് നമുക്കൊക്കെയും അറിയാം. യാസീൻ സൂറത്തിലെ ഈ 4 ആയത്തുകൾ 55 മുതൽ 58 വരേക്കുമുള്ള ആയത്തുകൾ ഒന്ന് ഓതി കൽപ്പിക്കാം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഹൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ഈ 4 ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്ത് അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ മഹാന്മാർ പറയുന്നു, ഇന്ന ഫീഹൽ ഇസ്മൽ ആദം, ഈ പറയപ്പെട്ട 4 ആയത്തുകളിൽ അല്ലാഹുവിനോട് എന്തു ചോദിച്ചാലും ഉത്തരം ലഭ്യമാകുന്ന ഇസ്മുൽ ആദം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അതിൽ ഉണ്ടെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആയത്ത് ഓതി അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം ലഭിക്കും, ഉറപ്പാണ്. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. അതിൽ ഇസ്മുൽ ആദം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ഇസ്മുൽ അല്ലാഹുവിൻ്റെ മഹത്തായ പേര് അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന വേളയിൽ ഈ 4 ആയത്ത് ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.